ഞാൻ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോ. പക്ഷെ നമ്മളെ കുടുംബാണ് അവര് നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മൾ ആരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. അല്ല, ഞാൻ എന്റെ ശൈലി ഇങ്ങനെ, എന്തായാലും എന്റെ ശൈലിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല. എനിക്കറിയില്ല, ഞാൻ ഈ ശൈലിയിൽ തന്നെ ഇനിയും ആദ്യം മുതലേ എന്റെ നിലപാടുകളിൽ ഒരു മാറ്റമില്ല. ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോ വേറെ രീതിയിൽ ഒരു സ്റ്റൈലിൽ സംസാരിക്കാറില്ല. ഞാൻ ഈ സ്റ്റൈലിൽ സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം ജനശ്രദ്ധയിലെത്തിയത്. ഞാൻ എന്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത്, അതിലൊരു അർത്ഥമില്ല, ഒന്നുമില്ല ആ കാര്യത്തില്. ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ. ഈ സമയത്ത് ദയവ് ചെയ്തിട്ട് ഈ മാധ്യമത്തിന്റെ മുഖാന്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവർക്കൊരു അബദ്ധം പറ്റിയതിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ മകനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതൊരു ഇതാണ്. അതായത് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഓരോ കൂടെ നിന്ന് ചെയ്യും. ഇനി അവർക്ക് നമ്മൾ ആവശ്യമില്ലേ, നമ്മൾ ഓരോ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമില്ല. അങ്ങനെ പോകുന്ന ആളുമല്ല, അവർ വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മള്. ഈ കുടുംബത്തിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുടുംബത്തെ എതിർത്തുകൊണ്ടാണ് ഈ സൈബർ ആക്രമണം നടന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സൈബർ ആക്രമണം നടത്തുന്ന ആളുകളോട് അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്താണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നമ്മൾ എന്താണ് ഇപ്പൊ ഇവിടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്? ഒരു ലോകം അറിയപ്പെടുന്ന ഒരു വിഷയത്തെ അസാധ്യം പറഞ്ഞ വിഷയത്തെ സാധിച്ചിട്ട് അതില് അഭിമാനം കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചേരിതിരിഞ്ഞു നിന്നിട്ട് ഞാൻ ആ ചേരിതിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എന്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർ ചോദിച്ചതിന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ പറഞ്ഞതിന്, കാരണം എന്താ പറഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞു പോണിൽ ശരിയില്ല. ഞാൻ അതിന്റെ മറുപടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെ വെച്ചിട്ട് എങ്ങനെയാന്നുള്ളത് ഞാൻ ഒന്ന് കുടുംബമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ എന്താക്കണ്ടേ അതിനുള്ള മറുപടി ഞാൻ തരും തീർച്ചയായിട്ടും. അതെ, ഉറപ്പായിട്ടും. ഇല്ല അതൊന്നും. അവര് കുടുംബം മാധ്യമങ്ങളെ കാണുന്നതിന് മുന്നേ മനാഫായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതായത് ഇതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് നിങ്ങളായി സംസാരിച്ചു, അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂഷൻ ഉണ്ടായോണ്ടാണ് ഏറ്റവും ഒടുവിൽ നാളെ അല്ല ഇന്ന് വൈകുന്നേരം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ കണ്ടിടത്തോളം ഭയങ്കര വലിയ ഒരു പത്രസമ്മേളനമാണ് തോന്നുന്നുണ്ട്. അത്രയും നീണ്ടത് ഞാൻ കേൾക്കാൻ നിൽക്കില്ല. കേൾക്കാൻ കുറെ ആളെ ഏൽപ്പിച്ചിരിക്കണ്. അവർ കേട്ടതിന് ശേഷം വൃത്തിക്ക് ഞാൻ സംസാരിക്കും. ഇപ്പൊ ആരും ആ കൂട്ടരെ ഒരു തരത്തിലും കല്ലെറിയരുത്. അത് തെറ്റിദ്ധരിപ്പിക്കും. തീർച്ചയായിട്ടും അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും വികാരത്തിന്റെ പുറത്ത് എന്താണ് അല്ല എന്റെ ശൈലി ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത്. ഞാൻ ഈ ശൈലിയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ ഇപ്പൊ ഈ മാധ്യമ നിങ്ങൾ എന്നെ കാണുന്ന മുതൽ ഈ സമയം വരെ എന്റെ ശൈലിയിൽ എന്ത് മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ തന്നെ. എനിക്ക് ഇതിൽ വേറൊരു വികാരവും മറ്റേ അങ്ങനത്തെ ഒരു അതിർവരമ്പുകളൊന്നും എനിക്ക് അറിയുന്ന ആളല്ല. ഞാൻ അത്ര എഡ്യൂക്കേറ്റഡ് ആളൊന്നല്ല. എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ സംസാരിച്ച്. പക്ഷെ നമ്മൾ ആരും ഇതിനെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് ആ ഫാമിലിക്ക്, നമ്മളെ ഫാമിലി അല്ലേ. ഞാൻ ക്ഷമിച്ചിരിക്കണ അവരോട്. ഈ ലോറി ഉടമ മുബീന് ഏച്ചി, ഞാൻ എന്റെ വീടാ, ഞാൻ അവിടുത്തെ കുടുംബനാഥനാ. ഇനി അതില് മുബീന്റേതായി ഇന്റേതായി ഇവർക്കാണ് ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റല്ലേ പെരുമാറിയത്. ലോറി ഉടമ എന്റെ അനിയൻ തന്നെയാണ്, അത് RC ഓണർ.
എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ പേരിലാണ്. വാഹനപ്രാന്തനാണ്, ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ. അങ്ങനത്തെ ആയിലിഞ്ഞിപ്പോ എന്താ ചേര് നമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നത്? എന്താ ആവശ്യമുള്ളത്? ഞാനും എന്റെ അനിയനും എന്റെ ഉമ്മ നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം. ദയവ് ചെയ്തിട്ട് അതിനെ ആരും എല്ലാരും കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കണ്? നമുക്ക് അങ്ങനെ ആവൂല. നമ്മള് ഫുൾ ഞാൻ എന്റെ മെസ്സേജ് തന്നെ എന്താണ്, പണം പിരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആരെങ്കിലും സ്വമേധയാ കുടുംബത്തിന് കൊടുക്കണമെന്ന് പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഈ മാധ്യമത്തിനോട് വന്ന് പറയും. ഇതുവരെ ആരും ഞമ്മളെ അങ്ങനെ മോശക്കാരനായി കാണില്ല. ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല. എന്തായാലും പ്ലീസ്, അത്ര ഒന്നും ഇതായിട്ടില്ല. ഈ ഒരു മൊത്തം സംരംഭം 5 പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം 2 തലമുറക്കൊക്കെ ഉള്ള നമ്മളെ വാപ്പൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. നോ പ്രോബ്ലം. പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഒരു സെൻഡ് ഓഫ് നടത്തിയിരുന്നു. നിങ്ങളെല്ലാരും ഈ മാധ്യമപ്രവർത്തകരിൽ ഇപ്പൊ അരുൺ ഭായി നിങ്ങൾക്കൊക്കെ അറിയാം, ഈ രേവന്ത് അവിടെ ആദ്യ കാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനക്ക് ഒരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങി കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. ഇപ്പൊ സെൻഡ് ഓഫ് എന്നുള്ള നിലക്ക് ആക്കണേ. എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല.